Drinks. ദേ തീ ആളി കത്തുവാ. ഗുളിക കഴിക്കാറായി അല്ലേ? ഞാനതങ്ങ് മറന്നു. ഒരു വശത്തെ തീ ഉള്ളോ? Excuse me? Fire only on one side? That's all. Drinks, please. Then never mind. No problem. No problem. ആഹാ, എന്ത് മനോഹരമായ കാഴ്ച! തീയും പുകയും കൊണ്ട് ചുവന്ന ആകാശം മോസ്കോയിലെ റെഡ് സ്ക്വയർ പോലെ, ചൈനയിലെ ടിയാനമൻ സ്ക്വയർ പോലെ. ലാൽ സലാം. എന്ത് പറയുന്നു മണി? ഗംഭീരം. ഇത് കണ്ടോ? പശ്ചിമ ബംഗാൾ ഒന്ന് പൊട്ടിത്തെറിക്കും. രാജ്യത്തിൻ്റെ ഭാവി എന്താകുമോ എന്തോ. ADP വായ്പ പേ പിടിച്ച പട്ടിയെപ്പോലെ തുറച്ചു നോക്കുന്നു. ഗുജറാത്തും UPയും അതിലും വലിയ പ്രതിസന്ധിയിലാണ്. പിന്നെ ഒരാശ്വാസം ശശി തരൂറാണ്. തിരുവനന്തപുരം ഞങ്ങൾ ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു ബാഴ്സലോണയാക്കും, എന്നിട്ട് അവിടെ ഒരു ഒളിമ്പിക്സും നടത്തും. പിണറായിയും അച്യുതാനന്ദനും ഉള്ളതുകൊണ്ട് 2 സ്വർണം ഉറപ്പാ കളരിപ്പയറ്റിന്. തരൂരാരാ മോൻ? മോളെ, ആ ക്യാമറ ഇങ്ങെടുത്തേ. വെറുതെ ഫിലിം കളയണ്ട, ഈ ഷെയ്ക്കിൽ ഒന്നും കിട്ടത്തില്ലെന്നേ. എന്തൊരാനന്ദകരമായ കാഴ്ച! എ റെയർ ഓപ്പർച്യൂണിറ്റി. ഒരു വശം പൊളിഞ്ഞ വിമാനം ജാനറ്റ് ജാക്സന്റെ കീറിയ ഉടുപ്പ് പോലെ മനോഹരമായിരിക്കുന്നു. ഒരുപാട് എത്തി വലിഞ്ഞ് നോക്കണ്ട, താഴോട്ട് പോയാലേ മൈക്കിൾ ജാക്സന്റെ മൂക്ക് പോലെ ആയി പോകും. Passengers, your attention please. The fire has now spread to the other engine too. You are requested not to be alarmed. Thank you. അതെന്നതാ പറഞ്ഞേ? ആർക്കറിയാം? തീ മറ്റേ ചെറുകിനും പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും പേടിക്കാനില്ലെന്ന്. നോ പ്രോബ്ലം. നോ പ്രോബ്ലം. കണ്ടോ, അതാണ് പറയുന്നത്. ആ പറയുന്നതിന് തന്നെ എന്ത് മര്യാദക്കാണെന്ന് നോക്ക്. ആ ട്രെയിനിങ്ങിൻ്റെ ഗുണമാണ്. ഇവിടെ മന്ത്രി സുധാകരനെ ഈ ട്രെയിനിങ്ങിന് അയക്കാൻ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഞാനൊന്ന് ശുപാർശ ചെയ്യുന്നുണ്ട്. എന്ത് പറയുന്നു മണി? കന്നിനെ കയം കാണിക്കണോ? Passengers, we will be serving you a light meal of your choice. Please enjoy. അരങ്ങത്ത് ചാക്കോ, ഫ്രാൻസിസ് ചിറൈ, മന്ത്രി മത്തായി, അശോക് നായർ, ആനി, ജെയ്മി ബ്ലിസ്, മണി, പ്രമോദ് ശ്രീധരൻ, എയർ ഹോസ്റ്റസ് ഗീത അശോക്, അമ്മിനി, റസീന ബൈജു, കുട്ടപ്പൻ, ജോൺസൺ ടി. ഇവരോടൊപ്പം യാത്രക്കാരായി ബാലസുബ്രഹ്മണ്യനും സന്തോഷ് കുമാർ. ഈ നാടകത്തിൻ്റെ ശബ്ദവും വെളിച്ചവും നിയന്ത്രിക്കുന്നത് ലിനോയ്സ് ഇടശ്ശേരി. രംഗപടം ടോം ജോൺസും സോജൻ ഡെന്നിയും. നാടക സംവിധാനം RK നായർ. തീയുടെ വിവരം എവിടെയെങ്കിലും അറിയിച്ചോ? No, the wireless system is out of order. അതെന്നതാ? വിവരം കമ്പിയില്ല കമ്പി വഴി എവിടെയെങ്കിലും അറിയിച്ചോ എന്ന്. എന്നിട്ട് അത് വർക്ക് ചെയ്യുന്നില്ലെന്ന്. ഇനി അതൊക്കെ അറിയിച്ചു വരുന്ന നേരം കൊണ്ട് നമുക്കങ്ങ് കൊച്ചിയിലെത്താവുന്നേ. ദേ ചായ മാത്രം കഴിച്ചാ മതി, ഇറച്ചി മുട്ട ഒന്നും കഴിക്കണ്ട. സൂക്കേടുള്ള ആളാണ്. ഇടി, എനിക്ക് തീ പിടിച്ച വിശപ്പ്. എന്താ അസുഖം? എന്റെ പൊന്ന് സാറേ. ഇടി പറയരുത്. കൈയൊന്ന് മാറ്റു മനുഷ്യ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പറയരുത്. എന്റെ പൊന്ന് സാറേ, ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ 24 മണിക്കൂറും TVയുടെ മുന്നില. ഈയിടെയായിട്ട് സാനിയ മിർസ എന്ന് പറഞ്ഞിട്ട് ഒരുത്തിയുടെ ടെന്നീസ് എന്നും പറഞ്ഞിട്ടൊരു കളി. സ്പോർട്സ് കാണുന്നത് വളരെ നല്ല കാര്യമല്ലേ? സ്പോർട്സ് ഇരുന്നിരുന്ന് ഇങ്ങേർക്ക് മൂലക്കുരു പിടിച്ചു. ദേ ഇപ്പൊ മദ്രാസിൽ കൊണ്ടുപോയി വെട്ടിക്കളഞ്ഞേച്ച് കൊണ്ടുവന്നിരിക്കുക. That is nothing. സാരമില്ല. എന്നാലും കണ്ടിച്ച് കളഞ്ഞെന്ന് പറയുക. ദേ ഇത് കണ്ടോ, എനിക്ക് ഒറ്റ ശ്വാസകോശമേ ഉള്ളൂ. ഇതും വെച്ചുകൊണ്ടാ ഞാൻ 2 ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്തത്. That is nothing. എൻ്റെ ലിവറിൻ്റെ 3/4 എടുത്ത് കളഞ്ഞതാ. ദാറ്റ്സ് നത്തിങ്. തലച്ചോറ് തന്നെ എടുത്തു കളഞ്ഞ ഒരു മുഖ്യമന്ത്രിയാ നമ്മുടെ കേരളം ഭരിക്കുന്നത് തന്നെ. എടോ മത്തായി, ആകാശത്തു വെച്ച് ഒരുത്തൻ എനിക്കിട്ടു പണിയുന്നത് കേട്ടിട്ട് നീ മിണ്ടാതിരിക്കുകയാണല്ലേ? നീ താഴോട്ടു വാ, മന്ത്രിസഭയിലിട്ട് നിന്നെ ഞാൻ വെട്ടിനിരത്തും. അല്ലെങ്കിൽ മന്ത്രി സുധാകരനെ കൊണ്ട്
നിന്റെ കൈ ഞാൻ വെട്ടിക്കും. എന്താ പേടിച്ചു പോയോ? ആരെ? ഞാനോ? ഞാനാരാ മോൻ? ഞാൻ പിണറായിയുടെ ഗ്രൂപ്പാ. Ladies and gentlemen, this is your flight, Captain De Cruz. With your gracious permission, I am humbly bailing out. Goodbye. Thank you. അതെന്നതാ പറഞ്ഞേ? ആർക്കറിയാം? വിമാനം ഓടിക്കുന്ന പൈലറ്റ് ഡി ക്രൂസ് പുറത്തു ചാടിയെന്ന്. ഓ, ദൈവാധീനം. അത്രയും ഭാരം കുറഞ്ഞു കിട്ടിയല്ലോ. അല്ലേലും ഭാരക്കൂടുതലിനെ പറ്റി എനിക്കൊരല്പം ആശങ്കയുണ്ടായിരുന്നു. പണ്ട് ഞാൻ മോസ്കോയിലേക്ക് പോകുമ്പോൾ ഇതുപോലൊരു ഭാരക്കൂടുതൽ അനുഭവപ്പെട്ടതാണ്. അന്നത്തെ ഭാരക്കൂടുതലാണ് കസേര എറിപ്പിച്ചത്. ഈ പുറത്തേക്ക് ചാടി എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ അങ്ങ് താഴോട്ട്, ഭൂമിയിലേക്ക്. താഴോട്ട് എന്ത് ദൂരം കാണും? ഹലോ മിസ്, വാട്ട് ഈസ് അവർ ആൾട്ടിറ്റ്യൂഡ്? Excuse me? ആൾട്ടിറ്റ്യൂഡ്. Sorry, no more alcohol, please. അത്ര വലിയ വാക്കൊന്നും ചോദിക്കരുത്. ആകെ 64 വാക്കേ സ്റ്റോക്കിലുള്ളൂ. പിന്നെ അത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട. മലയാളത്തിൽ ചോദിക്കാം, അവർ മലയാളിയാ. മലയാളിയോ? എന്താ പേര്? സൗദാമിനി. കൊച്ചു കള്ളൻ, പേരൊക്കെ പഠിച്ച് വച്ചിരിക്കുകയല്ലേ. ഹലോ സൗദാമിനി. Yes, please. നമ്മുടെ വിമാനം ഭൂമിയിൽ നിന്ന് ഇപ്പോൾ എത്ര ഉയരത്തിലായിരിക്കും? 30,000 അടി. അത്രേ ഉള്ളൂ? അതത്ര വലിയ കൂടുതലൊന്നുമല്ല. നമ്മളിപ്പോൾ എവിടെയായി കാണും? സഹ്യപർവ്വതത്തിന് മുകളിൽ. ആനമലയ്ക്കും അയ്യപ്പൻ കോവിലിനും ഇടയിലാണെന്നാണ് എൻ്റെ ബലമായ സംശയം. വിമാനം നേരെ പറക്കുവാന്നോ? ഏയ്, താഴോട്ട് വീണുകൊണ്ടിരിക്കുക. ആനമലയുടെ കൊടുമുടി ഒന്ന് കടന്നു കിട്ടിയാൽ മതിയായിരുന്നു. അതിപ്പോൾ കടന്നു കാണും. ദെൻ നത്തിങ് ടു ഫിയർ. ആനമലയിലായിരുന്നെങ്കിൽ ലാൻഡ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടിയാൽ. കാലിനടിയിൽ പൊള്ളുന്നല്ലോ. വിമാനത്തിൻ്റെ വയറ്റിലും തീ പിടിച്ച് കാണും. Passengers, your attention please. Anybody wants to bail out can do so now, with pleasure, through the emergency exit. Thank you. അതെന്നതാ പറഞ്ഞേ? ആർക്കറിയാം? അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ എമർജൻസി എക്സിറ്റ് എന്ന ദൂരത്തിൽ കൂടി പുറത്തേക്ക് ചാടാമെന്ന്. അതെവിടെയാ? ഏത്? ആ പറഞ്ഞ ദ്വാരം, എക്സിറ്റ്. ദേ ആ കാണുന്നതാണ് എമർജൻസി എക്സിറ്റ്, പുറത്തേക്ക് ചാടാനുള്ള വഴി. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഇപ്പോഴാ ഒരു സമാധാനം ആയത്.